പാലത്തായി കേസിൽ ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. മിഥുൻ പിള്ളയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മിഥുൻ, ഈ കേസ് കെട്ടിച്ചമച്ചതാണോ എന്ന സംശയം ഉണ്ട് എന്ന നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ചില മാധ്യമങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടെടുത്ത സ്റ്റാൻഡ് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനവും ആ സമയത്ത് ഏഷ്യാനെറ്റിന്റെ അവിടുത്തെ റിപ്പോർട്ടർ കാട്ടിക്കൂട്ടിയതും എന്താണ് എന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അപ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ കൂടി ഈ തീവ്ര ജിഹാദികളുടെ കൂടെ നിന്നുകൊണ്ട് ഈ കേസിൽ മാഷെ കുടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അത് പച്ചയായ ഒരു യാഥാർത്ഥ്യമല്ലേ മിഥുൻ? തീർച്ചയായും ഗൗതം, അതൊരു തരം വേട്ടയാടൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗൗതം പറഞ്ഞതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനത്തിൽ ചില മൗലികത ഒക്കെ ഉണ്ട്. പക്ഷേ പത്മരാജൻ മാസ്റ്ററുടെ കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ചിലർ ഫ്രെയിം ചെയ്ത് വെച്ച കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലേക്ക് അന്നത്തെ ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ തന്നെ ഒരു കൃത്രിമമായി, അതായത് ഈ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് മാഷ് തങ്ങളെയും ഇത്തരത്തിൽ ഉപദ്രവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു ബൈറ്റൊക്കെ കൊടുത്തുകൊണ്ടൊരു വാർത്ത വരികയാണ്. പക്ഷേ അങ്ങനെ ഒരു കുട്ടിയെ ഇല്ല എന്നുള്ളതാണ് അന്വേഷണ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല, ആ ഒരു കുട്ടിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസുകാർ പോയ സമയത്ത് അവർ സഹകരിക്കാൻ കൂടി തയ്യാറായില്ല. സ്വാഭാവികമായും അതിന് പിന്നിലും രാഷ്ട്രീയ കളികളുണ്ടായിരുന്നു. അതിന് കൃത്യമായി ഈ മാധ്യമ പ്രവർത്തകനും അതിന് കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകളുടെ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുള്ളൊരു മാധ്യമ പ്രവർത്തനമാണ് അയാൾ ഇവിടെ നടത്തിയെന്ന് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ആ മാധ്യമ പ്രവർത്തകൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ പത്മരാജൻ മാസ്റ്റർക്കെതിരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ നിരവധിയായി വരികയുണ്ടായി. അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് വാർത്തകൾ വരികയുണ്ടായി. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴമ്പില്ല എന്ന് കണ്ടെത്തിയത് അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോലും അന്നത്തെ ഈ മാധ്യമപ്രവർത്തകന്റെ ഒരു പ്രവൃത്തി പോയിരുന്നു എന്നുള്ള കൂടി ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ കളിയോടൊപ്പം തന്നെ ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ചെയ്ത് ആ പ്രവൃത്തി കൂടി നമ്മൾ ഈ സമയത്ത് വിമർശന വിധേയമാക്കേണ്ടതുണ്ട്. ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയിലേക്ക് അന്ന് കാര്യങ്ങൾ പോയി. ഇതിനൊക്കെ ഇത്തരം രീതികൾക്കെതിരെ ശക്തമായ നടപടി തന്നെയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ കൂടി നമുക്കൊപ്പം പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീ അനിൽ വിളയിൽ, നേരത്തെ വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ കേസിൽ വലിയ തോതിൽ സംശയമുണ്ട് എന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതാണ്. പത്മരാജൻ മാഷിനെ കുടുക്കിയതാണ് എന്ന വിമർശനം ആ ഘട്ടം മുതൽ തന്നെ ഉണ്ട്. അത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ മാത്രം ഭാഗത്ത് നിന്നല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തന്നെ ഈ കേസിന്റെ അന്വേഷണം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതേ സംശയം ഇപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണല്ലോ മാഷിനെ ഇപ്പോൾ ജാമ്യം നൽകിക്കൊണ്ട് ഈ കേസിൽ അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷാവിധിയിൽ സ്റ്റേ ചെയ്തിരിക്കുന്നു.